സംസ്ഥാനത്ത് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് എല്ലാവർക്കും തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ്. അതോടൊപ്പം തന്നെ മഞ്ഞ, നീല, പിങ്ക്, വെള്ള റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിച്ചിരിക്കണം. ഇത്തവണ ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ 2 പെൻഷനാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, സാമൂഹികവും സാമ്പത്തികവുമായ മാനദണ്ഡങ്ങളെല്ലാം പരിശോധിച്ച് മഞ്ഞ, പിങ്ക്, നീല, വെള്ള, ബ്രൗൺ എന്നിങ്ങനെ 5 തരത്തിലുള്ള റേഷൻ കാർഡുകളാണ് സംസ്ഥാനത്തുള്ളത്. ഇതിൽ മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ മുൻഗണനാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന കാർഡുകൾ മടക്കി നൽകി പൊതുവിഭാഗത്തിലേക്ക് മാറണം എന്നാണ് മാനദണ്ഡം. അതുപോലെ തന്നെ അർഹതയുണ്ടായിട്ടും മുൻഗണന റേഷൻ കാർഡുകളായിട്ടുള്ള വെള്ള, നീല റേഷൻ കാർഡ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ അർഹതാ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി BPL കാർഡിനായി അപേക്ഷിക്കാൻ സാധിക്കും. അനർഹമായി മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകൾ കൈവശം വെക്കുന്നവർക്കെതിരെ വ്യാപകമായിട്ടുള്ള നടപടികൾ സിവിൽ സപ്ലൈസ് വകുപ്പ് എടുത്തു വരികയും ചെയ്യുന്നുണ്ട്. സർക്കാർ നടപടിയിലൂടെ ഇത്തരത്തിൽ 1.5 വർഷത്തിനിടെ റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും പിഴയായി ഈടാക്കിയിരിക്കുന്നത് 9,63,00,000 രൂപയാണ്. 1,31,000 റേഷൻ കാർഡ് ഉടമകളെയാണ് അനർഹമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതായി കണ്ടെത്തുകയും ചെയ്തത്. പിഴ ഈടാക്കിയതിനു പുറമെ ഇവരെ പൊതുവിഭാഗമായ വെള്ള കാർഡിലേക്ക് മാറ്റുകയും ചെയ്തു. പൊതുവിതരണ ഉപഭോക്തൃ കമ്മീഷണറുടെ ഓഫീസിൽ നിന്നുള്ള വിവരാവകാശ രേഖകൾ പ്രകാരമാണ് ഈ ഒരു കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. നിലവിലെ നീല, വെള്ള കാർഡുകളിൽ നിന്ന് അപേക്ഷിച്ചവർക്കെല്ലാം തന്നെ മുൻഗണനാ കാർഡ് നൽകുവാനുള്ള നടപടികൾ തുടങ്ങുന്നതിനൊപ്പം തന്നെ അനർഹരായിട്ടുള്ളവർക്കെതിരെയുള്ള നടപടികളും പിഴ ചുമത്തലുമൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. 2024 ജനുവരി 1 മുതൽ 2025 മെയ് 31 വരെയുള്ള കണക്ക് പ്രകാരമാണ് ഇത്രയും പേരെ അനർഹരാണെന്ന് കണ്ടെത്തിയത്. അർഹതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശമുള്ള ആളുകൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം. അനർഹമായാണ് ഈ ഒരു റേഷൻ കാർഡ് കൈവശമുള്ളതെങ്കിൽ അത് മടക്കി നൽകി സറണ്ടർ ചെയ്ത് നിങ്ങൾ മുൻഗണനേതര വിഭാഗമായിട്ടുള്ള റേഷൻ കാർഡിലേക്ക് സ്വമേധയാ മാറുകയാണ് ചെയ്യേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ സർക്കാർ നടപടികൾ നേരിടേണ്ടതായി വരും. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ തുക വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ അർഹരായിട്ടുള്ള, അതായത് രേഖകളെല്ലാം കൃത്യമായി സമർപ്പിച്ചിട്ടുള്ള ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കാണ് ഈ ഒരു തുക കൈമാറിയിട്ടുള്ളത്. ഏകദേശം 10 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ഇതിനോടകം തുക ലഭിച്ചു കഴിഞ്ഞു. ഇനി അപേക്ഷ സമർപ്പിച്ചിട്ടും ഈ ഒരു തുക ലഭിക്കാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ രേഖകൾ ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ആധാർ വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ടിലെ വിശദാംശങ്ങൾ, നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ള രേഖകൾ ഇവയെല്ലാം തന്നെ കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടി പരിശോധിക്കണം. അത് പരിശോധിച്ചതിന് ശേഷം ഒന്നുകൂടി റീസബ്മിറ്റ് ചെയ്യുവാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ രേഖകളിലെ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക കൈമാറില്ല. അത്തരത്തിൽ നിരവധി ആളുകളുടെ തുക തടഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള BPL വിഭാഗത്തിൽ വരുന്ന റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഈ ഒരു തുക ലഭിക്കുക എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തവരുമായിരിക്കണം അപേക്ഷകർ. അടുത്ത അറിയിപ്പ് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ചുള്ളതാണ്. ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം 25-ാം തീയതിക്ക് ശേഷം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിച്ചു തുടങ്ങും. 20-ാം തീയതിക്ക് ശേഷമാണ് ഇതിന് ഉത്തരവ് പുറത്തിറങ്ങുന്നത്. ഫെബ്രുവരി മാസത്തിൽ 2,000 രൂപയാണ് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുക. ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ 2 തരത്തിലുള്ള പെൻഷൻ വിതരണമാണ് നടക്കുന്നത്. ഒന്ന്, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രകാരമുള്ള 1000 രൂപയുടെ വിതരണം. ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ 2,000-ന്റെ വിതരണവുമാണ് നടക്കുന്നത്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.